ചെറുപുഴ യമഹ ഷോറൂമിൽ വാഹനങ്ങളുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിനായി ഹൈബ്രിഡ് മൈലേജ് ചലഞ്ച് നടന്നു. ഇവിടെ നിന്നും സ്കൂട്ടർ, ബൈക്ക് എന്നിവ വാങ്ങിയ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് എത്രയെന്നറിയുന്നതിനുള്ള അവസരമായിരുന്നു ഇത്. ഇതിനാവശ്യമായ ടെസ്റ്റുകളും റൈഡും സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ടെസ്റ്റ് റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏരിയ സർവീസ് എഞ്ചിനീയർ എം ശ്രീധരൻ മൈലേജ് ചലഞ്ചിനെ കുറിച്ച് വിശദീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി ATV രാജേഷ്, KC ശോഭിൻ, വിവേക്, ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. റൈഡിൽ പങ്കെടുത്ത 10 വാഹനങ്ങൾക്കും 81 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലഭിച്ചു. റേസിംഗ് അല്ല, നമ്മൾ മിനിമം എക്കണോമിക് സ്പീഡിൽ നോർമലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ മൈലേജ് എങ്ങനെ കിട്ടുന്നതിനെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞത്. നമ്മൾ പോകുന്നത് ഒരു 45 മുതൽ 50 സ്പീഡാണ് എക്കണോമിക് സ്പീഡായിട്ട് വരിക. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ക്വിക്കായിട്ടുള്ള ആക്സലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈലേജിന് ഇത്തിരി ഡ്രോപ്പ് വരും. ക്രൂയിസിംഗ് ആയിട്ട് ആ ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് പോകും. 45-50 ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ട് ബ്രേക്കിംഗ്, അതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പിങ്, ഈ വക കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൈലേജ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ റൈഡ് ചെയ്യുക. റേസിംഗ് അല്ല, നമ്മൾ മിനിമം സ്പീഡിൽ 45-50 സ്പീഡിൽ പോകും. ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ആരാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. 3 പേരാണ് വിന്നേഴ്സായിട്ട് വരിക ഈ കോൺടെസ്റ്റിനകത്ത്.